ഹായ് ഓൾ വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സെറൈൽസ്, പൾസസ്, അതേപോലെ ഓയിൽ സീഡ്സ്, അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ, പ്രോസസ്സിങ് കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ അതിന്റെ കുറച്ച് MCQs നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് സ്റ്റെപ്പ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പൾസ് മില്ലിംഗ്? പൾസ് മില്ലിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സ്റ്റെപ്പ് ഏതാണെന്നാണ്. ഇപ്പം ഓപ്ഷൻസിൽ നോക്കൂ. ലൂസനിങ് ഓഫ് ഹസ്ക് നമുക്ക് പൾസ് മില്ലിംഗിൽ ഉള്ളതാണ് അല്ലെ. ഡീഹസ്കിങ് ഉള്ളതാണ്. സ്പ്ലിറ്റിംഗ് ഒക്കെ പൾസ് മില്ലിംഗിൽ വരുന്ന സ്റ്റെപ്സ് ആണ്. സോ അതിനകത്ത് ഇല്ലാത്തത് ഏതാണ്? പാർ ബോയിലിംഗ് ആണ് അല്ലെ. അപ്പൊ സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് നോക്കൂ. വാട്ട് ഈസ് പിറ്റിംഗ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇമ്പാർട്ട് സ്ക്രാച്ചസ് ആൻഡ് ക്രാക്ക് ഓൺ ദ ഹാർഡ് സീഡ് കോട്ട്, ദെൻ റിമൂവിംഗ് പിച്ച്, റിമൂവൽ ഓഫ് ദ ഫൈൻ പാർട്ടിക്കിൾസ് ബൈ ഹീലേറ്റിംഗ് ഏജൻസ്, ഓപ്ഷൻ റിമൂവൽ ഓഫ് ലാർജ് പാർട്ടിക്കിൾസ് ബൈ എയർ ബബിൾസ്. അപ്പൊ ഇതൊക്കെ BCD ഒക്കെ സെപ്പറേറ്റ് ഫിൽറ്റർ ചെയ്യുക, സീവ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ആണല്ലേ. പിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് ആൻസർ വരുന്നത്? നമ്മുടെ സീഡ് കോട്ടിനകത്ത് പുറത്ത് എന്ത് ചെയ്യുക, സ്ക്രാച്ച് അല്ലെങ്കിൽ ക്രാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് പിറ്റിങ്ങിൽ വരുന്നത് അല്ലേ. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇമ്പാർട്ട് സ്ക്രാച്ചസ് ആൻഡ് ക്രാക്സ് ഓൺ ദ ഹാർഡ് സീഡ് കോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സോക്കിംഗ് പീരീഡ് ഫോർ പൾസസ്? പൾസസിന്റെ സോക്കിംഗ് പീരീഡ് എത്രയായിരുന്നു? 2 to 8 hours. What treatment should be given to pulses which are hard to dehusk? Dehusk ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഓഫ് പൾസസ് നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റെഡ് എർത്ത് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുക. ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ ബി, അപ്ലൈ റെഡ് എർത്ത് എന്നാണ് ആൻസർ വരുന്നത്. Which of the component is reduced when pulses are soaked? പൾസസ് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോമ്പണന്റ് ആണ് റെഡ്യൂസ് ആയി പോകുന്നത്? ഫൈറ്റിക് ആസിഡ്. ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് ആൻസർ വരുന്നത്. Then, what is removed during polishing? പോളിഷിങ്ങിന്റെ സമയത്ത് നമുക്ക് എന്താണ് അതിനകത്ത് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് പോളിഷിംഗ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഹസ്ക് ആൻഡ് ബ്രാൻ ഉണ്ട്, ജർമ്മൻ ബ്രാൻ ആൻഡ് എൻഡോസ്പേം ആൻഡ് ഹസ്ക്. അതിലെ ഓപ്ഷൻ ഏതാണ് വരിക? ജർമ്മൻ ആൻഡ് ബ്രാൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. Then, which of the following is not the rice milling equipment? റൈസ് മില്ലിംഗ് എക്യുപ്മെന്റ് അല്ലാത്തത് ഏതാണ് ഇതിനകത്ത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹള്ളർ, അതേപോലെ ഷെല്ലർ കാര്യങ്ങളൊക്കെ നമുക്ക് റൈസ് മില്ലിംഗിൽ വേണ്ടത്. പക്ഷെ ഏതാണ്? ഡിസ്ക് സെപ്പറേറ്റർ നമ്മൾ അതിനകത്ത് ഇല്ല അല്ലെ. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. Then, why hexane is used for extraction? എക്സ്ട്രാക്ഷന് വേണ്ടി, ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടി നമ്മൾ ഹെക്സൈൻ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലെ ഓപ്ഷൻസ് ഈസി ഓയിൽ റിക്കവറി, ഹയർ ബോയിലിംഗ് പോയിന്റ്, ഈസി സെപ്പറേഷൻ, കാറ്റലിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ആൻസർ വരുന്നത് ഈസി ഓയിൽ റിക്കവറി എന്നുള്ളതാണ്. അപ്പം ഇത് പഠിക്കുന്ന സമയത്ത് ഓപ്ഷൻസിൽ ഇൻ കേസ് ഇതിലിപ്പം ഹയർ ബോയിലിംഗ് പോയിന്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം ഓപ്ഷൻസിൽ നാരോ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ സൊല്യൂബിലൈസിങ് കപ്പാസിറ്റി കൂടുതലാണ് എന്നുള്ള രീതിയിലൊക്കെ ആൻസർ വരികയാണെങ്കിൽ അതും കൂടി നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിനകത്ത് ഈസി ഓയിൽ റിക്കവറി ആണ് ആൻസർ വരുന്നത്. മറ്റേതും കൂടി ഇതുമായിട്ട് ചേർത്ത് ഓർത്തിരിക്കുക. ഓക്കെ. What is solvent extraction process? Solvent extraction process എന്താണെന്ന് ചോദിക്കുന്നത്. സെപ്പറേറ്റ് കോമ്പണൻസ് ബേസ്ഡ് ഓൺ ബോയിലിംഗ് പോയിന്റ്. അടുത്ത ഓപ്ഷൻ എന്താണ്? സെപ്പറേറ്റ് കോമ്പൗണ്ട്സ് ബേസ്ഡ് ഓൺ റിലേറ്റീവ് സൊലബിലിറ്റി ആൻഡ് സെപ്പറേറ്റ് കോമ്പണൻസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ത്രൂ ഇവാപറേഷൻ. ഇതൊക്കെയാണോ ഇത് വരുന്നത്? അതായത് എന്തിന്റെ ബേസിസിലാണ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം റിലേറ്റീവ് സൊല്യൂബിലിറ്റിയുടെ ബേസിസിലാണ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ സെപ്പറേഷൻ നടത്തുന്നത് അല്ലെ. അതാണ് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സെപ്പറേറ്റ് കോമ്പൗണ്ട്സ് ബേസ്ഡ് ഓൺ ദ റിലേറ്റീവ് സൊല്യൂബിലിറ്റി. ഹൗ ഡു യു റിമൂവ് ഹെക്സൈൻ ഫ്രം ഓയിൽ? ഓയിലിൽ നിന്ന് നമുക്ക് ഹെക്സൈൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ഏതാണ്? വാക്വം ഡിസ്റ്റിലേഷൻ. ഓപ്ഷൻ എ. സെറൈൽസ് ആർ ഡെഫിഷ്യന്റ് ഇൻ വിച്ച് അമിനോ ആസിഡ്? ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല ക്വസ്റ്റ്യൻ എക്സാംസിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സെറൈൽസിൽ ഏത് അമിനോ ആസിഡ് ആണ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ളത്? നോക്കൂ, ലൈസിൻ ആണ്. ഓപ്ഷൻ ഡി ലൈസിൻ. എപ്പോഴും ഓർത്തിരിക്കുക. And what is the botanical name of Indian corn? Indian cornന്റെ ബൊട്ടാനിക്കൽ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി സീമേസ് ആണ് ആൻസർ വരുന്നത്. പൾസസ് ആർ ഡെഫിഷ്യന്റ്. നമ്മൾ നേരത്തെ സെറൈൽസ് ഏതാണ് ഡെഫിഷ്യന്റ് എന്ന് കണ്ടായിരുന്നു അല്ലെ. ലൈസിൻ ആണ്. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പൾസസിൽ ഏത് അമിനോ ആസിഡ് ആണ്? മെത്തിയോണിൻ ആൻഡ് സിസ്റ്റിൻ. അത് രണ്ടും ഓർത്തിരിക്കുക. സെറൈൽസിൽ ലൈസിനും പൾസസിൽ മെത്തിയോണിൻ ആൻഡ് സിസ്റ്റിനും ആണ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അത്രയാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ശരി, താങ്ക് യു.